അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആരാ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ്? ആരുമില്ല, ഞാൻ തന്നെ ആയിരിക്കാം. ചേട്ടനാണ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ്. എന്തുകൊണ്ട് ചേട്ടൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാൻ കാരണം? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ ശരിക്കും കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അറിയാത്തതാരാണ്. ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് എന്താണ്? ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വായിക്കണം. ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടില്ല ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ വായിച്ചിട്ടില്ല? ചേട്ടൻ പറയൂ. ഞാൻ ഫുള്ളായിട്ടൊന്നും വായിച്ചിട്ടില്ല, എന്നാലും ഒരു ചാപ്റ്ററൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇന്ത്യൻ കമ്മ്യൂണിസത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശരിക്കും കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ബുക്ക് പ്രകാരം അതാണ് കമ്മ്യൂണിസം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ വലിയ ശരിക്കും കമ്മ്യൂണിസം അറിഞ്ഞവരാരുമില്ല. പിന്നെ കുറേ അത് ഒരു മറ്റുള്ള താഴ്ച തൊഴിലാളികൾക്കൊക്കെ നല്ല ഒരു ഫോർവേഡിൽ കൊണ്ടുവരണമെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. അതിൽ എനിക്കറിഞ്ഞ ഒരാളുണ്ട്, നല്ല കണ്ണു എന്ന് പറഞ്ഞിട്ട്. നല്ല കണ്ണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെസ്റ്റ് ലീഡറാണ്. ഇവിടെയുള്ള അച്യുതാനന്ദൻ, പിണറായി വിജയനൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണോ? പിന്നെ ഡെഫിനറ്റായിട്ടും നല്ല ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് അല്ല. അത് അവർക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് കമ്മ്യൂണിസത്തിൽ കൂടി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വേറെയാണ്, ഇവർ വേറെയാണ്. ഇവർ നല്ല ആൾക്കാരാണ്, നോ ഡൗട്ട്. താങ്ക് യു. കമ്മ്യൂണിസ്റ്റ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പൊതുവെ ഇഷ്ടമല്ല. എന്നാലും ചേട്ടൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമല്ലാത്തതിനെ പറ്റി ഞാൻ പറയാം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടമല്ലാത്തത്? കമ്മ്യൂണിസ്റ്റുകാരെ ഡിവിഷനാണ്. അതായത് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നുള്ള രണ്ട് ക്ലാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് വിശ്വസിച്ചാൽ പിന്നെ അത് മതം വിശ്വസിക്കുന്നവരെ ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ പറയും എൻ്റെ മതം നല്ലതെന്ന് പറയും. അപ്പം മറ്റുള്ളവർ ചീത്തയാണെന്ന് വരും. ആ പരിപാടി ഇതിലും അതുകൊണ്ടാണ്. അച്യുതാനന്ദൻ. എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ? നല്ല ഭരണകർത്താവാണ്. നല്ല ഭരണകർത്താവായിരുന്നു, അതെ. അതുകൊണ്ട് പുള്ളി പാവങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു സഹായമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരുപാട് ദുഃഖം തോന്നിയിരുന്നു. പിന്നെ ഉണ്ടോന്നാ? ഓക്കെ. അപ്പൊ നിങ്ങൾ കണ്ടതിൽ ഇനിയിപ്പോ അച്യുതാനന്ദനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇനിയിപ്പോ ആളുടെ ഒരു തലമുറക്കാരായിട്ട് വരാൻ തോന്നണം ഇപ്പത്തെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരായിരിക്കും? ആരുമില്ല, ഉണ്ടാവില്ല. നമ്മളിപ്പം മരിച്ച അച്യുതാനന്ദനാണ് ബെറ്റർ. എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ എന്ന് പറയാൻ കാരണം? അത് കാരണം പലതും കാണും, പലതുണ്ട്. പക്ഷെ ഇഷ്ടമാണ് എല്ലാവർക്കും. എന്താണ് ശരിക്കും? ഒരു കൈക്കൂലിയോ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. മറ്റൊരു പിന്നെ എങ്ങനെ പറയുന്നത്, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ഏതായാലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ജീവിച്ച ഒരാളാണ്. അത്രേ ഉള്ളൂ അച്യുതാനന്ദൻ. അത്രേ ഉള്ളൂ. അച്യുതാനന്ദൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്. ജീവിതത്തിൽ എന്റെയോ അത് വി എസ് അച്യുതാനന്ദൻ. എന്തുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ കാരണം? കാരണം എന്ന് പറയാൻ വെച്ചാൽ ഏതൊരു പാവപ്പെട്ടവൻ്റെ ആണെങ്കിലും പണക്കാരൻ്റെ ആണെങ്കിലും അവൻ്റെ ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ സമരം ചെയ്യുകയാണെങ്കിൽ സമരം ചെയ്യും. അത് അവർക്ക് മേടിച്ച് കൊടുത്തിട്ട് പുള്ളി അടങ്ങത്തുള്ളൂ, ഏത് പാവപ്പെട്ടവനും. ഇനി വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇനി ഉണ്ടാവുകയില്ല. ഇപ്പൊ നിലവിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? അങ്ങനെ ഇല്ല, ഇനിയും വരത്തുമില്ല. ഇല്ല, ആളെ പോലെ ഒരാളേ ഉള്ളൂ. അത് നല്ലൊരു മനുഷ്യനായിരുന്നു. നമുക്ക് അതിൽ വളരെ ദുഃഖമുണ്ട് മരിച്ചു. നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാല് ശരിക്ക് നല്ല കമ്മ്യൂണിസ്റ്റിന്റെ AKG ആണ്. എന്തുകൊണ്ടാണ് AKG എന്ന് പറഞ്ഞാല് ഒരു ആത്മാർത്ഥവും സ്ഥിരമായിട്ടുള്ള സംസാരവും നീതിബോധം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ജനസ്നേഹവും കൊണ്ടുള്ള ആളാണ്. AKG ആണ് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. AKG ആയിരുന്നു എന്നാണ് എന്റെ വിലയിരുത്തൽ. ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റില് അങ്ങനെ കണ്ടിട്ടുള്ള ഇപ്പം ഇവരെ നയങ്ങള് എല്ലാം ഇഷ്ടമാണ്. വ്യക്തിയായിട്ട് നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സാറ്, അച്യുതാനന്ദൻ, ഒരുപാട് കമ്മ്യൂണിസ്റ്റിലെ AKG സാർ നല്ല ഇതായിരുന്നു. അതിന്റെ തുടർച്ചയാണ് അച്യുതാനന്ദൻ സാറ്. പക്ഷേ അച്യുതാനന്ദൻ ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റില് ഇനി നമുക്കൊരു അതേപോലെ ഒരു കമ്മ്യൂണിസ്റ്റില് അതേപോലെ ഒരു നേതാവ്
ഉണ്ടാകുന്ന കിട്ടുന്നില്ല, അറിയത്തില്ല. കാരണം ആരും വരാനില്ല. നമ്മുടെ ഒരു അസസ്മെന്റിൽ സൈദ്ധാന്തികപരമായ വശം EMS-നാണല്ലോ. പ്രാവർത്തിക കമ്മ്യൂണിസ്റ്റ് VS ആയിരിക്കും. VS അച്യുതാനന്ദനും EMS ആണ് ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? പുള്ളിയാണ് ജനങ്ങളെ സംഘടിപ്പിക്കാൻ പുള്ളി ഉയർത്തിവിട്ട. ഇതില് ജനങ്ങള് അട്രാക്ട് ചെയ്യപ്പെട്ടു ഫ്രം ഡിഫറെന്റ് പാർട്ടീസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ക്രൗഡ് പുള്ളർ. എന്റെ അറിവ് വെച്ച് AK ഗോപാലൻ. AK ഗോപാലൻ. എന്തുകൊണ്ടാണ് AK ഗോപാലൻ? AK ഗോപാലൻ ശരിക്കും ആത്മാർത്ഥതയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി. അതിനു മുമ്പ് ഈ കേശവപിള്ളയൊക്കെ ഉണ്ടായിരുന്നു കാണും, അത് നമുക്കറിയില്ല. അദ്ദേഹമൊക്കെ വളരെ പേര് ഇതുള്ള AK ഗോപാലന് യാതൊരു സ്വാർത്ഥതയില്ലാതെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും നാടിനും വേണ്ടി ചെയ്യാവുന്നത് ചെയ്ത ആള് തന്നെയാണ് AK ഗോപാലൻ. AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് നേതാവ്, കമ്മ്യൂണിസ്റ്റുകാരൻ VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ ചേട്ടൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ EMS നമ്പൂതിരിപ്പാട്. എന്തുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാടും അച്യുതാനന്ദനും? എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ എനിക്ക് അറിയില്ല. അവരെ പറ്റി ഇങ്ങനെയുള്ള ഇതൊക്കെ എനിക്കറിയാൻ പറ്റും. അവർ രണ്ടുപേരാണ് ഏറ്റവും നല്ല ഇത്തിരി ഗുണപ്പെട്ടവരവരായി. ഓക്കെ. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഒരു പിടുത്തം കിട്ടണില്ല. കാരണം എന്താ വെച്ചാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരെയൊന്നും പേരൊന്നും ഓർക്കണില്ല. എന്നാലും ഇപ്പൊ AKG അല്ലെങ്കിൽ നമ്മുടെ EMS, അച്യുതാനന്ദൻ, അതൊക്കെ നല്ല പാർട്ടിയിൽ നല്ല മെമ്പർമാരായിരുന്നു മുൻകാലങ്ങളിൽ. അവരാരും ഇല്ല.